അല്ല അല്ല പോയാലെങ്ങനാ? ഇപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ ക്ലീറ്റസ് വരുവേ, ക്ലീറ്റസ്. മോളും വിഷ്ണുവും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം. വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്ലെക്സിനകത്ത് വെക്കാനുള്ളതാ. അത് ക്ലീറ്റസിനെ കൊണ്ട് അടുപ്പിച്ചാ നന്നാവും. ആ അച്ഛാ, ഇന്ന് എനിക്കതിനൊന്നും നേരമില്ല. ഒഴിവാക്കാനാവാത്ത ഒരുപാട് ജോലികളുണ്ട്. അതുകൊണ്ട് ഫോട്ടോയൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് എടുത്താൽ മതി. അതെന്ത് വെറുതെ മോളെ നീ പറയുന്നേ? നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ വേണ്ടുന്നേ, അല്ല ഞങ്ങളുടെയൊന്നും അല്ലല്ലേ. ഒരു 5 മിനിറ്റ് അയാളിപ്പോ വരും. പിള്ളേ ആ ക്ലീറ്റസ് വിളിച്ചേ, അയാളോടത്തെ ചോദിക്കും. സത്യാമ്മേ, അച്ഛൻ എന്നെയും ശിവനെ നിർത്തി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഫോട്ടോ എടുക്കാനുള്ള ഒരുക്കത്തില്ല. എനിക്ക് അച്ഛന്റെ ഈ നിർബന്ധത്തിന് നിന്നു കൊടുക്കാനാവില്ല. വിഷ്ണുവേട്ടന്റെ സ്ഥാനത്ത് നിർത്തി മറ്റൊരാളോടൊപ്പം എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഇനി എന്തിന്റെ പേരിലായാലും എനിക്കിത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. സത്യം എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ട് എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കിത്താ. മാത്രമല്ല, ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ക്ലീറ്റസിന് എന്നെയും വിഷ്ണുവേട്ടനെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മുഴുവൻ അറിയാവുന്ന ആളാ. അയാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ എനിക്ക് പറ്റില്ല. സത്യാമ്മ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഈ ഫോട്ടോ എടുപ്പൊന്ന് ഒഴിവാക്കി തരണം. കളിക്കാണെങ്കിലും കാര്യത്തിനാണെങ്കിലും എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനാവില്ല. എന്തോ ആയടോ? എടുക്കുന്നില്ല സാറേ, വന്നോണ്ടിരിക്കാവും. വന്നോണ്ടിരിക്കാവൂല. രാഘവേട്ട, ശാലിനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഫോട്ടോ നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം. ഇപ്പൊ ശാലിനി പോട്ടെ, അവളുടെ ജോലിയുടെ കാര്യമല്ലേ. ഇനിയിപ്പോ ഇതുപോലെ ഒരു അവസരം കിട്ടുന്നില്ല ഭാമേ. വിഷ്ണു ഇപ്പൊ വരും, ഫോട്ടോഗ്രാഫർ ആ ക്ലീറ്റസ് അവനും ഇപ്പൊ വരും. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി. ആ ഫ്ലെക്സേ എന്നെ അടിക്കാൻ കൊടുക്കണം. ആ ദാണ്ട വിഷ്ണു വന്ന്. പിള്ളേ ആ ക്ലീറ്റസിനെ ഒന്നും വിളിക്കുമില്ലേ? അല്ല എനിക്ക് വിളിച്ചാ ഞാൻ സംസാരിച്ചോളാം. മക്കളെ നീ വരുന്നു. എടോ ഡബിളെ, എടാ എത്ര നേരമാണ് നിന്നെ കാത്തി വിട്ടിരിക്കുക? എന്തുവാ നിനക്ക് എത്ര തിരക്ക്? എടാ വയസ്സായി അച്ഛനും അമ്മയുടെ കാര്യം നിനക്ക് ബോധമുണ്ടോ?